യേശുക്രിസ്തുവിന്റെ പുനരാഗമനം. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനോടനുബന്ധിച്ച് സഭയിൽ നടക്കുന്നതായ ചില അടയാളങ്ങളെക്കുറിച്ച് നാം തുടർന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയിൽ നടക്കുന്ന അടയാളങ്ങളിൽ ഒരു അടയാളം, യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് വന്ന് അനേകരെ തെറ്റിച്ചു കളയും എന്ന് നമുക്ക് മത്തായി സുവിശേഷം 24 അധ്യായത്തിലും മർക്കോസ് സുവിശേഷം 13 അധ്യായം 21, 22 വാക്യങ്ങളിലും കാണാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് അനേകരെ തെറ്റിച്ചു കളയും എന്നുള്ള അടിസ്ഥാനത്തിൽ കള്ളപ്രവാചകന്മാർ ആരാണ്, അവർക്കുള്ള അടയാളങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോവിൽ നിങ്ങളോട് പങ്കുവച്ചിരുന്നു. ദയവായ ആ വീഡിയോവിന് IAGM എക്കോ എന്ന പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ദയവായി ശ്രമിച്ചാൽ ഈ വീഡിയോയിലൂടെ സത്യപ്രവാചകന്മാർ ആരാണ്, അവരുടെ അടയാളങ്ങൾ ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് പരാമർശിക്കുവാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഇത് IAGM എക്കോ. ഈ വീഡിയോ കാണുന്ന ഏവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എന്റെ സ്നേഹവന്ദനങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തുകയാണ്. വേദപുസ്തകം പരിശോധിച്ച് നോക്കുമ്പോൾ പ്രവാചകന്മാരുടെ ഗണങ്ങളെ 4 തരംതിരിച്ചിരിക്കുകയാണ്. 1, സത്യപ്രവാചകന്മാർ. യെരമ്യാവിന്റെ പ്രവചനം 28 അധ്യായം 9 വാക്യം. 2, കള്ളപ്രവാചകന്മാർ. യെരമ്യാ പ്രവചനം 23, 25, 28, 15, യെരമ്യാവ് 23, 13 എന്നീ വാക്യങ്ങളിൽ കാണാം. 3, തങ്ങളുടെ ഹൃദയങ്ങളിലുള്ള അവരുടെ സ്വന്തം ആലോചനകളെ പ്രവചനങ്ങളായി അറിയിക്കുന്നവർ. അതിനെക്കുറിച്ച് യെരമ്യാവ് 14, 14, 15, യെരമ്യാവ് 23, 26, എഗസ്കേൽ 13 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, പ്രത്യേകം 3 വാക്യം. ഈ 4, മറ്റുള്ളവർക്ക് അനുകൂലമായി നന്മ മാത്രം പ്രവചിക്കുന്ന പ്രവാചകന്മാർ. അവരെക്കുറിച്ച് 1 രാജാക്കന്മാർ 22, 13 കാണാൻ കഴിയും. അങ്ങനെ പ്രവാചകന്മാരുടെ ഗണങ്ങളെ 4 തരംതിരിച്ചിരിക്കുകയാണ്. 1, സത്യപ്രവാചകന്മാർ. 2, കള്ളപ്രവാചകന്മാർ. 3, തങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്ന ആശയങ്ങളെയും ആലോചനകളെയും പറയുന്ന പ്രവാചകന്മാർ. 4, മറ്റുള്ളവർക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കുന്ന പ്രവാചകന്മാർ. ഈ സത്യപ്രവാചകന്മാരെ തീരുമാനിക്കാൻ വേണ്ടി 4 കൂട്ടം കാര്യങ്ങളെ തിരുവചനം വെളിപ്പെടുത്തുകയാണ്. 1, സത്യപ്രവാചകന്മാർ ദൈവിക സ്വഭാവത്തെ തങ്ങളുടെ ജീവിതങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നവരായിരിക്കും. മത്തായി സുവിശേഷം 7 അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ എന്ന് വെച്ചാൽ ആത്മീക ഫലമുള്ളവരായിരിക്കും. 2, സത്യപ്രവാചകന്മാർ പറയുന്ന പ്രവചനങ്ങളൊക്കെയും അത് നിവൃത്തിപദത്തിലേക്ക് കടന്നു വരും. അതങ്ങനെ തന്നെ സംഭവിക്കും. ആവർത്തന പുസ്തകം 18 അധ്യായം 22 വാക്യം. 3, സത്യപ്രവാചകന്മാർ പറയുന്ന പ്രവചനങ്ങളൊക്കെയും ദൈവവചനത്തോട് ബന്ധപ്പെട്ടതും യോജിച്ചതുമായിരിക്കും. യെശയ്യാവിന്റെ പ്രവചനം 8 അധ്യായം 19, 20 വാക്യങ്ങൾ. 4, സത്യപ്രവാചകന്മാർ പറയുന്ന പ്രവചനങ്ങൾ ജനത്തിന്റെ ആത്മീയ പ്രയോജനത്തിനും ആത്മീക വളർച്ചയ്ക്ക് വളരെ മുൻതൂക്കം കൊടുക്കുന്നതും പ്രയോജനമുള്ളതുമായി കാണപ്പെടും. യെരമ്യാ പ്രവചനം 23 അധ്യായം 32 വാക്യം, പ്രത്യേകാൽ 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി നമുക്ക് കാണാം. അപ്പോൾ ഈ സത്യപ്രവാചകന്മാരെ, യഥാർത്ഥ പ്രവാചകന്മാരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം
അവരുടെ അടയാളങ്ങൾ എന്താണ്? അതിനെക്കുറിച്ച് ഒരു 13 കൂട്ടം കാര്യങ്ങൾ തിരുവചന വെളിച്ചത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കും. ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വിവാഹമായ പ്രവാചകന്മാരുമുണ്ട്, വിവാഹമാകാത്ത പ്രവാചകന്മാരുമുണ്ട്. ഈ 13 കൂട്ടം കാര്യങ്ങളും ഈ വിവാഹമാകാത്തവരും വിവാഹമായവർക്കും ബാധകമുള്ള വിഷയങ്ങളാണ്. യഥാർത്ഥ സത്യപ്രവാചകന്മാരുടെ അടയാളങ്ങൾ അവരെങ്ങനെ തിരിച്ചറിയാം? അതിന്റെ അടയാളങ്ങൾ എന്താണ്? ഒന്നാമത്തത്, സത്യപ്രവാചകന്മാർ പ്രാർത്ഥനാ വീരന്മാരായിരിക്കും. തിരുവചനങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ യഥാർത്ഥമായുള്ള സത്യപ്രവാചകന്മാരൊക്കെയും അധികം പ്രാർത്ഥനയിൽ തങ്ങളുടെ ജീവിതത്തെ അവർ ചെലവഴിച്ചിട്ടുണ്ട്. മോശയെ നോക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥന വീരനാണ്. ദാനിയേലിൽ നോക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥന വീരനാണ്. ഏകദേശമുള്ള സത്യപ്രവാചകന്മാരൊക്കെയും അവർ പ്രാർത്ഥന വീരന്മാരായിരിക്കും. എൻ്റെ ആശയത്തിൽ പറഞ്ഞാൽ ഈ യഥാർത്ഥ പ്രവാചകന്മാർ, സത്യപ്രവാചകന്മാർ മനുഷ്യരോട് സംസാരിക്കുന്നതിനേക്കാൾ ഏറെ അധികം ദൈവത്തോട് സംസാരിക്കുന്നവരായിരിക്കും. ഈ സത്യപ്രവാചകന്മാരിൽ ഉള്ള പ്രധാനമായി മനുഷ്യനോടുള്ള സംസാരങ്ങൾക്ക് വളരെ കുറവായിരിക്കും. അവർ കഥ അളക്കാനും തമാശ സംസാരിപ്പാനും കെട്ടുകഥ പറയാനും ഇരട്ടാർത്ഥത്തിൽ സംസാരിക്കുവാനും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒന്നും അവർ ചെയ്യുകയില്ല. അവർ അധികവും തങ്ങൾക്ക് ലഭിച്ച ഓരോ സമയങ്ങളും പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും അധികം അവർ തങ്ങളുടെ സമയങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കും. അപ്പോൾ യഥാർത്ഥ പ്രവാചകൻ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ ദൈവത്തോട് അധികം സംസാരിക്കും. പ്രാർത്ഥന വീരന്മാരായിരിക്കും. രണ്ടാമത്തത്, സത്യപ്രവാചകന്മാർ വിശുദ്ധ ജീവിതമുള്ളവരായിരിക്കും. അതിന് ഉത്തമ ഉദാഹരണം ഏലിസ പ്രവാചകൻ. തിരുവചനത്തിൽ കാണുന്ന എല്ലാ സത്യപ്രവാചകന്മാരും വിശുദ്ധ ജീവിതം നയിച്ചവർ തന്നെ. എലിസ പ്രവാചകനെ കുറിച്ച് പഠിക്കുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ 8ഉം 9ഉം ചേർത്ത് പഠിക്കാം. ഒരു ദിവസം ഏലിസ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണം എന്ന് നിർബന്ധിച്ച്. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. എലിസ പ്രവാചകനെ കുറിച്ച് ശൂനേംകാരി പറയുന്ന ഒരു പദപ്രയോഗമാണ് നമ്മുടെ വായിച്ചത്. ശൂനേംകാരിയുടെ ഭവനത്തിൽ എലിസ ആ വഴി പോകുമ്പോഴൊക്കെയും താമസിക്കുന്ന വ്യക്തിയാണ്. ആ സ്ത്രീയോട് എലിസ പ്രവാചകൻ കളി പറയുകയും ഇരട്ട അർത്ഥത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തിരുന്നുവെങ്കിൽ തന്റെ ഭർത്താവിനോട് അവനൊരു വിശുദ്ധരെന്ന് ഞാൻ കാണുന്നു എന്ന് ഒരിക്കലും പറയുകയില്ലായിരുന്നു. എലിസ പ്രവാചകൻ വാക്കിലും പ്രവൃത്തി, ജീവിതം എന്നിവയിലൊക്കെയും വിശുദ്ധ ജീവിതം നയിച്ച വ്യക്തിയാണ്. സത്യപ്രവാചകന്മാർ വിശുദ്ധ ജീവിതം ചെയ്യുന്നവരായിരിക്കും. വിവാഹമായവരായിരുന്നാലും വിവാഹത്തോളം ബന്ധത്തിൽ കുടുംബത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവരും, വിവാഹമാകാത്തവരായിരുന്നാൽ അവിടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും വാക്കുകളായിരുന്നാലും പ്രവൃത്തികളായിരുന്നാലും ജീവിതമായിരുന്നാലും മറ്റുള്ളവരോടുള്ള ഇടപാടുകളായിരുന്നാലും അവർ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി തന്നെ ആയിരിക്കും. യെരമ്യാ പ്രവചനം
23 അധ്യായം 14 വാക്യം വായിച്ചാൽ, യെരുശലേമിലെ പ്രവാചകന്മാരിലോ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു. അവർ വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നു. ആരും തന്റെ ദുഷ്ടത വിട്ടുതിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. അവരെല്ലാവരും എനിക്ക് സോദോം പോലെയും അതിലെ നിവാസികൾ ഗൊമോറയെ പോലെയും ഇരിക്കുന്നു. യെരമ്യാ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ചില പ്രവാചകന്മാർ വിശുദ്ധ ജീവിതം നയിക്കാതെ പാപത്തിൽ നിലകൊണ്ടിരുന്നു എന്നുള്ളതാണ് നാം ഇവിടെ വായിച്ച വാക്യത്തിന്റെ സാരം. ചുരുക്കി പറഞ്ഞാൽ സത്യപ്രവാചകന്മാർ ജീവിതത്തിൽ വിശുദ്ധി ഉള്ള ജീവിതം ഉള്ളവരായിരിക്കും. മൂന്നാമത്തത്, സത്യപ്രവാചകന്മാർ ദ്രവ്യാഗ്രഹം ഇല്ലാത്തവരായിരിക്കും. 2 ഉദാഹരണം തിരുവചനത്തിൽ നിന്ന് രേഖപ്പെടുത്താം. ഒന്നാമത്തെ ഉദാഹരണം എലിസ പ്രവാചകൻ, രണ്ടാമത്തത് ശമൂവേൽ പ്രവാചകൻ. എലിസ പ്രവാചകനെ കുറിച്ച് നോക്കുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ, പിന്നെ അവൻ തന്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങി വന്ന് അവന്റെ മുമ്പാകെ നിന്നു. ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ആകയാൽ അടിയന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല. ഇവിടുത്തെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം പഠിക്കുമ്പോൾ നയമാൻ എന്ന വ്യക്തി കുഷ്ഠരോഗം ബാധിച്ചവനായി എലിസ പ്രവാചകന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നു. ഇന്ന് എലിസ പ്രവാചകൻ അവനോട് പറയുകയാണ്, നീ യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങുക. അവൻ അങ്ങേ മുങ്ങി സൗഖ്യം പ്രാപിച്ചവനായി മടങ്ങി വളരെ സന്തോഷത്തോട് നന്ദിപൂർവമായി എലിസ അടുക്കൽ വന്ന് പറയുകയാണ്, യഹോവയല്ലാതെ ഒരു ദൈവം ഇല്ല എന്ന് ഞാൻ അറിയുന്നു. പക്ഷെ ഒരു കാര്യം, ഞാൻ കുറച്ച് പ്രതിഫലം തരാം. ആ പ്രതിഫലനെ നിങ്ങൾ സന്തോഷത്തോടെ കൈക്കൊള്ളണം എന്ന് പറഞ്ഞപ്പോൾ എലിസ പ്രവാചകൻ അതിന് വേണ്ട എന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കുവാനിടയായിത്തീർന്നു. നയമാനിൽ നിന്ന് ഈ പ്രതിഫലം വാങ്ങുവാൻ നിഷേധിച്ചത് അതിന്റെ കാരണം എന്തെന്ന് അത് വേറൊരു വിഷയം, അത് ഇതിനോട് ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഇവിടെ സ്പഷ്ടം, എലിസ പ്രവാചകൻ പ്രതിഫലം അവൻ വാങ്ങിയില്ല, അത് നിഷേധിക്കുവാനിടയായിത്തീർന്നു. ദ്രവ്യാഗ്രഹം എലിസ പ്രവാചകന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ അവനോട് കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഗേഹസി ദ്രവ്യാഗ്രഹമുള്ളവനായി അവൻ നയമാനോട് ചോദിച്ച് അവൻ നന്മ വാങ്ങിയത് മാത്രമല്ല, അവനിൽ കണ്ടതായ രോഗത്തെയും ശാപത്തെയും വാങ്ങുവാനിടയായി തീർന്നു. ശുശ്രൂഷിക്കുമ്പോൾ നന്മ വാങ്ങുന്നത്, പ്രതിഫലം വാങ്ങുന്നത് തെറ്റല്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നോക്കുമ്പോൾ അത് തെറ്റല്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, എലിസ പ്രവാചകൻ ദ്രവ്യാഗ്രഹം ഉള്ളവനായിരുന്നില്ല. സത്യപ്രവാചകന്മാർ ദ്രവ്യാഗ്രഹം ഉള്ളവരായിരിക്കുകയില്ല. രണ്ടാമത്തെ ഉദാഹരണം ശമൂവേൽ പ്രവാചകൻ. 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ, അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞതെന്നാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞതിലൊക്കെയും ഞാൻ നിങ്ങളുടെ അപേക്ഷ കേട്ടു. നിങ്ങൾക്ക് ഒരു രാജാവിനെയും വാഴിച്ചു തന്നു. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃദ്ധനും നരച്ചവനുമായി, എൻ്റെ മക്കൾ നിങ്ങളോട് കൂടെ ഉണ്ട്. എൻ്റെ ബാല്യം മുതൽ ഇന്നുവരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തന്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തന്റെ കഴുതിയെ അപഹരിച്ചിട്ടുണ്ടോ?
ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവന്റെ അഭിഷിക്തന്റെയും മുമ്പാകെ എന്റെ നേരെ സാക്ഷീകരിപ്പിൻ, ഞാൻ അത് മടക്കിത്തരാം. അതിന് അവർ, നീ ഞങ്ങളെ ചതിക്കുകയോ പീഡിപ്പിക്കുകയോ യാതൊരുത്തന്റെ കയ്യിൽ നിന്ന് വല്ലതും അപഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ പിന്നെ അവരോട്, നിങ്ങൾ എന്റെ പേരിൽ ഒന്നും കണ്ടില്ല എന്നുള്ളതിന് യഹോവ സാക്ഷി. ശമൂവേൽ പ്രവാചകൻ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്ത് അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിലാകുമ്പോൾ തന്റെ ജനത്തോടുകൂടി അവൻ ആവശ്യപ്പെടുക, ഞാൻ ആരോട് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ? ചതിച്ചിട്ടുണ്ടോ? ആരോട് വാങ്ങിയിട്ട് മടക്കി തരാതിരുന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ജനം തീർത്തും പറയുകയാണ്, നീ ആരോടും ചതിച്ചിട്ടില്ല, ആരോട് വ്യാജം പറഞ്ഞു വാങ്ങിയിട്ടില്ല, ആരോട് വാങ്ങിയിട്ട് തിരിച്ച് മടക്കി കൊടുക്കാതിരുന്നിട്ടില്ല, നീ ദ്രവ്യാഗ്രഹം ഉള്ളവൻ അല്ല. ഇന്നെന്തൊക്കെയാ സംഭവിക്കുന്നത്? വായ്പ വാങ്ങിയാൽ മടക്കി കൊടുക്കുന്നില്ല. ചിലർ വായ്പ വാങ്ങുമ്പോൾ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ മുങ്ങിക്കളയുകയാണ്. എന്നാൽ നീതിമാൻ അവൻ വായ്പ വാങ്ങിയിട്ട് മടക്കി കൊടുക്കുമെന്നാണ് തിരുവചനത്തിൽ വ്യക്തമാക്കുന്നത്. സത്യപ്രവാചകന്മാർ ഏത് നിലയിലായിരുന്നാലും ദ്രവ്യാഗ്രഹം ഇല്ലാത്തവരായിരിക്കും. അതുകൊണ്ട് 1 തീമോത്തിയോസ് 6-ാം അധ്യായം 10-11 വാക്യങ്ങൾ പൗലൂസ് ഇങ്ങനെ എടുത്തു പറയുന്നത്, ദ്രവ്യാഗ്രഹം എല്ലാ ദോഷത്തിനും മൂലമല്ലോ. പലരും അതിനെ കാംക്ഷിച്ച് ആഗ്രഹിച്ച് വിവിധമായുള്ള നിലകളിൽ തങ്ങൾക്ക് തന്നെ കേടുവരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പൗലോസ് അവിടെ എടുത്തു പറയുന്നത്. ദ്രവ്യം എല്ലാവർക്കും ആവശ്യമാണ് എന്ന് സഭാപ്രസംഗയുടെ പുസ്തകം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ വ്യക്തമാണ്. ദ്രവ്യം ആവശ്യമാണ്, പണം ആവശ്യമാണ്. പക്ഷേ ദ്രവ്യ ആഗ്രഹം എല്ലാ ദോഷത്തിനും മൂലമായിരിക്കും. എന്നാൽ എലിസ പ്രവാചകൻ ദ്രവ്യാഗ്രഹമുള്ളവനായിരുന്നില്ല. ശമൂവേൽ പ്രവാചകൻ ദ്രവ്യാഗ്രഹമുള്ളവനായിരുന്നില്ല. സത്യപ്രവാചകന്മാർ മതി എന്നുള്ള അലംഭാവ ഹൃദയത്തോടുകൂടി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ദൈവത്തിന്റെ ശുശ്രൂഷ അവൻ നിറപടിയായി നിവർത്തിക്കും. യഥാർത്ഥ സത്യപ്രവാചകന്മാർ ദ്രവ്യാഗ്രഹം ഇല്ലാത്തവരായിരിക്കും. സത്യപ്രവാചകന്മാരുടെ 4ാമത്തെ സ്വഭാവം എന്ന് പറയുന്നത്, പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ഏതൊരു പ്രവാചകന്മാരെ എടുത്തു നോക്കിയാലും അവർ ജനത്തിന്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നവരായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനത്തിന്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കുവാൻ, എടുത്തു പറയുവാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ സത്യപ്രവാചകന്മാർ പോലും മടി കാണിക്കാറുണ്ട്. അതിന് 1 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജനത്തിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചിലരായിരുന്നാൽ അതിനെ അംഗീകരിക്കുകയില്ല. അത് ശരിയല്ല, ഞങ്ങൾ വിശുദ്ധരാണെന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥ പ്രവചനം പറഞ്ഞ പ്രവാചകന്മാരെ കുറ്റപ്പെടുത്തും. അപ്പോൾ ജനം തങ്ങളുടെ തെറ്റുകളെ സമ്മതിക്കാതെ വരികയാണ്. ഇതൊരു കാരണം. രണ്ടാമത്തേത്, ജനത്തിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ സഭയിൽ ആത്മാക്കൾ നിലനിൽക്കുകയില്ല. അവർ സഭ വിട്ട് കണ്ടം ചാടി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കും. മൂന്നാമത്തേത്, ജനത്തിന്റെ കുറവുകളെ കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിച്ചാൽ ഈ പ്രവാചകന്മാർക്ക് പലപ്പോഴും ശുശ്രൂഷയ്ക്കായുള്ള വഴികൾ മുടങ്ങും. പ്രോഗ്രാം വളരെ കുറഞ്ഞു പോകും. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് സത്യപ്രവാചകന്മാർ ചിലർ പലപ്പോഴും ജനത്തിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാൻ അവർ മടി കാണിക്കുന്നവരായിരുന്നു. അത് പാടില്ല. തിരുവചനം വായിക്കുമ്പോൾ യഥാർത്ഥ പ്രവാചകന്മാർ ജനത്തിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവരായിരിക്കും. എന്നാൽ
അത് വിവേകത്തോടുകൂടെ വേണം ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ നാം വായിച്ചു നോക്കുമ്പോൾ, നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിന്റെ പാപത്തെക്കുറിച്ച് താൻ എടുത്തു പറയുമ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ വളരെ ജ്ഞാനമായി പറഞ്ഞ് രാജാവ് ചെയ്ത പാപത്തെ ബോധ്യപ്പെടുത്തുകയാണ്. 2 ശമൂവേൽ 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. 7-ാം വാക്യം മാത്രം വായിക്കാം. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പാപത്തെ രാജാവെന്ന് നോക്കാതെ അത് ഡയറക്റ്റായി നേരിട്ട് രാജാവേ നീ പാപം ചെയ്തു എന്ന് നേരിട്ടെടുത്തു പറയാതെ ഒരു ഉദാഹരണത്തിലൂടെ കാര്യങ്ങളെ പറഞ്ഞ് രാജാവിന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആ പാപം ചെയ്ത മനുഷ്യൻ തിരുമേനി തന്നെ, താൻ തന്നെ എന്ന് എടുത്തു പറയുവാനിടയായിത്തീർന്നു. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത, ദാവീദ് രാജാവായിരുന്നാലും ഞാൻ പാപം ചെയ്തു എന്ന് ദൈവസന്നിധിയിൽ പൂർണ്ണ മനസ്സോട് സമ്മതിക്കുവാനും നിലവിളിക്കുവാനും കരയുവാനും ഇടയായിത്തീർന്നു. അതുകൊണ്ട് സത്യപ്രവാചകന്മാർ ജനത്തിന്റെ പാപങ്ങളെ എടുത്തു പറയുമ്പോൾ പൊതുസഭയിൽ ജ്ഞാനത്തോടുകൂടെ പ്രവർത്തിക്കുകയും വ്യക്തിപരമായി പറയേണ്ട കാര്യങ്ങൾ വ്യക്തിപരമായും പൊതുവിൽ പറയേണ്ട കാര്യങ്ങൾ വളരെ പരിജ്ഞാനപൂർണതയോടുകൂടെയും പ്രവചിക്കേണ്ടത് ആവശ്യമാണ്, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞാലും തെറ്റുകളെ ഏത് വഴിയിലെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ സത്യപ്രവാചകന്മാർ ബാധ്യസ്ഥരാണ്. അത് ചെയ്തേ പറ്റൂ. അവർ കേട്ടാലും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും തങ്ങളെ കള്ളന്മാരെ എന്ന് ഒരുപക്ഷെ എങ്കിൽ കേൾക്കുന്ന വിശേഷിപ്പിച്ചാലും സാരമില്ല. കാരണം നിങ്ങൾ പറയുന്നത് മനുഷ്യന്റെ വാക്കല്ല, ദൈവത്തിന്റെ വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ദൈവത്തിന് മുൻപാകെ ധൈര്യത്തോട് നിൽക്കുവാൻ കഴിയും. സത്യപ്രവാചകന്മാർ ജനത്തിന്റെ തെറ്റുകളെ നേരിട്ടുള്ളത് നേരിട്ടും മറമുഖമായി ഉള്ളത് അങ്ങനെയും ഏത് വിധേനയും ജനത്തിന്റെ തെറ്റുകളെ തിരുത്തുവാൻ അവരെ ഉത്ബോധിപ്പിക്കുന്ന ഒരു ജീവിതം സത്യപ്രവാചകന്മാരിൽ ഉണ്ടായിരിക്കും. സത്യപ്രവാചകന്മാരുടെ 5-ാമത്തെ അടയാളം, അവർ സത്യപ്രവാചകന്മാർ ദൈവത്തോടുകൂടെ മാത്രമാണ് ആലോചന ചോദിക്കും. മനുഷ്യനോടല്ല ആലോചന ചോദിക്കുന്നത്, അവർ ദൈവത്തോടുകൂടെ മാത്രമാണ് ആലോചന ചോദിക്കുന്നത്. തിരുവചനം പഠിക്കുമ്പോൾ മോശെ പ്രവാചകനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ചെറിയ കാര്യമായിരുന്നാലും ശരി, വലിയ കാര്യമായിരുന്നാലും ശരി, അവൻ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരു കാര്യം ചെയ്യുകയില്ല. ഉദാഹരണത്തിന്, ശബത്തിൽ ഒരുത്തൻ വിറക് പെറുക്കാൻ പോയി കണ്ടുപിടിക്കപ്പെട്ട് അവനെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഉടൻ തന്നെ അവനെ ശിക്ഷിക്കാതെ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് അത് ചെയ്തത്. മാത്രമല്ല, ഒരുവൻ യഹോവയുടെ നാമത്തെ നിന്ദിച്ച അപ്പോഴും അവൻ ദൈവത്തോട് ആലോചന ചോദിച്ച്. മോശയെ സംബന്ധിച്ച് ഏതൊരു വിഷയം വന്നാലും ദൈവത്തോട് ആലോചന ചോദിക്കാതെ ചെയ്യില്ല. മനുഷ്യനോടുള്ള ആലോചനകളല്ല. സത്യപ്രവാചകന്മാർ മനുഷ്യരുടെ ആലോചനയല്ല, ദൈവം തരുന്ന ആലോചന. എനിക്ക് ഏറ്റവും പരിചയമുള്ള, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു ദേവദാസനെ അദ്ദേഹം ശുശ്രൂഷയ്ക്കായി ഭവനങ്ങളിലായിരുന്നാലും സഭകളിലായിരുന്നാലും കടന്നു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാമെന്ന് വാ തുറന്നാൽ ഉടൻ തന്നെ പറയും. ഒറ്റ കാര്യം പറയണ്ട. എന്തെങ്കിലും പറയാൻ പോയാൽ ഒന്ന് ചോദിക്കുകയുമില്ല, പറഞ്ഞാൽ ഉൾക്കൊള്ളുകയുമില്ല, പറയണ്ട എന്ന് പറഞ്ഞ് നിഷേധിച്ചിട്ട് ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കി ദൈവത്തോട് ആലോചന ചോദിച്ച്
ദൈവത്തിന്റെ ദൂതുകൾ പങ്കുവയ്ക്കുന്നത് ഞാൻ തീർച്ചയാ കണ്ടിട്ടുള്ള വിഷയമാണ്. ഈ അന്ത്യകാലത്തിലും ഇങ്ങനെയുള്ള ദൈവദാസന്മാരെയാണ് ദൈവത്തിന് ആവശ്യമുള്ളത്. ചില പ്രവാചകന്മാർ സഭയിലാകട്ടെ വീടുകളിലായി കടന്നു പോകുമ്പോൾ കുടുംബത്തിൽ ഒരുത്തർ വ്യത്യസ്ത മനോഭാവത്തോട് അല്ലെങ്കിൽ വ്യത്യസ്തമായുള്ള പരാതികളോടായിരിക്കുമ്പോൾ ഒരാൾ പറയുന്നത് കേട്ടു വെച്ചിട്ട് ദൈവാത്മാവ് അത് പറഞ്ഞ് അടിച്ചങ്ങൂടും. സഭയിൽ പോയാലും ചില ദൈവദാസന്മാർ അവരോട് ഇന്ന വിഷയം പ്രസംഗിക്കണം, ദശമാത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ന വിശ്വാസികളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ന സംഭവത്തെക്കുറിച്ചോ ഒന്ന് ചൂണ്ടിക്കാണിക്കണം, ഒന്നെടുത്തു പറയണം എന്ന് പറഞ്ഞാൽ മതി. ഉടൻ തന്നെ ദൈവാത്മാവ് സംസാരിച്ച് എന്ന് പറഞ്ഞ് അങ്ങ് അടിച്ചുവിടും. ഈ ദൈവാത്മാവ് പറഞ്ഞല്ല പറഞ്ഞത്, മറ്റുള്ള പറഞ്ഞുകൊടുത്ത് പ്രവചിക്കും. ഇങ്ങനെയുള്ള പ്രവാചകന്മാർക്ക് ദൈവം വിരോധി എന്നാണ് തിരുവചനം വ്യക്തമാക്കുന്നത്. എന്ന സത്യപ്രവാചകന്മാർ മറ്റുള്ളവരിൽ നിന്ന് കേട്ട്, മറ്റുള്ളവരുടെ ആലോചന കേട്ട് ഒരിക്കലും പ്രവചിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് എന്താണ് അവർക്ക് കൊടുക്കുന്നുവോ അതിനെ ധൈര്യസമേതം അവർ മറ്റുള്ളവർക്ക് പറയുവാൻ ധൈര്യമുള്ളവരായിരിക്കും. മോശ എല്ലായ്പ്പോഴും ദൈവത്തോട് മാത്രം ആലോചന ചോദിച്ച് ദൈവത്തിന്റെ ആലോചന ജനത്തോടുകൂടെ പങ്കുവെക്കുമായിരുന്നു. സത്യപ്രവാചകന്മാരുടെ ആറാമത്തെ അടയാളം അവർ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരായി, പക്ഷപാതം ചെയ്യുന്നവരായിരിക്കും. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ ഒരു മഹാപാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും, പക്ഷേ നിങ്ങളുടെ പാപത്തിനു വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ എനിക്ക് ഇടയാകും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്ത് പൊന്നുകൊണ്ട് തങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ല എങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ എന്ന് ദൈവത്തോട് പക്ഷപാതം ചെയ്തു. ഇവിടുത്തെ വിഷയം എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ മരുഭൂമിയിൽ വെച്ച് കാളക്കുട്ടി ഉണ്ടാക്കി ദൈവത്തിന് വിരോധമായി പാപം ചെയ്തപ്പോൾ മോശ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് കൽപ്പന വാങ്ങിക്കൊണ്ട് ഇറങ്ങി വരികയാണ്. ജനം വിഗ്രഹാരാധനയെ കണ്ടപ്പോൾ മോശ കൽപ്പനപ്പലകളെ പൊട്ടിച്ചു കളഞ്ഞു. ജനത്തിന്റെ പാപത്തിനു വേണ്ടി മോശ ദൈവത്തോട് പക്ഷപാതം ചെയ്യുകയാണ്. ദൈവമേ, അവര് വിഗ്രഹം ഉണ്ടാക്കി ദൈവത്തോട് പാപം ചെയ്തിരിക്കുകയാണ്, അവരോട് അങ്ങ് ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിക്കാഞ്ഞാൽ നിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേരിനെ കീറിക്കളയണം. ഒരു സ്വന്തം പിതാവിനെ പോലെ ഇസ്രായേൽ ജനതയ്ക്കു വേണ്ടി അവൻ ഇടിവ് നിൽപ്പാനിടയായിത്തീർന്നു. സങ്കീർത്തന പുസ്തകം 106-ാം സങ്കീർത്തനം 23-ാം വാക്യത്തിൽ, ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. അവന്റെ വൃദ്ധനായ മോശെ കോപത്തെ സമീപിപ്പാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. ഇസ്രായേൽ ജനത്തിനു വേണ്ടി മോശ ഇടിവ് നിൽപ്പാൻ, ജനത്തിനു വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുന്ന ഒരു നേതാവായിരുന്നു. ഒരു പിതൃഹൃദയം, സത്യപ്രവാചകൻ, ഒരു പിതാവിന്റെ ഹൃദയം ഉള്ളവനായി ജനത്തിനു വേണ്ടി എല്ലായ്പ്പോഴും പക്ഷപാതം ചെയ്യുന്ന വ്യക്തിയായിരിക്കും. സത്യപ്രവാചകന്റെ 7-ാമത്തെ അടയാളം, ദൈവത്തിന്റെ ആലോചന ലഭിക്കുന്നതു വരയ്ക്കും അവർ ദൈവസന്നിധിയിൽ കാത്തിരിക്കും. എഗസ്കേൽ പ്രവചനം 3-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, ആത്മാവ് എന്നെ എടുത്തുകൊണ്ടുപോയി, ഞാൻ വ്യസനത്തോടും
മനസ്സിന്റെ ഉഷ്ണത്തോടും കൂടെ പോയി. യഹോവയുടെ കൈ ശക്തിയോടെ എൻ്റെ മേലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കേബാർ നദീരത്ത് പാർത്ത ദേൻ ആബീബിലെ പ്രവാസികളുടെ അടുക്കൽ അവർ പാർത്തയിടത്ത് തന്നെ എത്തി. അവരുടെ മധ്യയെ 7 ദിവസം സ്തംഭിച്ചുകൊണ്ട് പാർത്തു. 7 ദിവസം കഴിഞ്ഞിട്ട് യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, അഗസ്ത്യൽ പ്രവാചകന് ദൈവിക ദർശനങ്ങൾ നൽകി ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കുന്നതു വരയ്ക്കും 7 ദിവസം അവൻ പ്രവാസിയുടെ ഇടയിൽ അവൻ കാത്തിരുന്നു. ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയതിന് ശേഷമാണ് താൻ പ്രവചിക്കുവാൻ തുടങ്ങിയത്. അപ്പോൾ സത്യപ്രവാചകന്മാർ ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കുന്നത് വരയ്ക്കും, അത് എത്ര ദിവസമായാലും ശരി, ഒരുപക്ഷെങ്കിൽ എത്ര മാസമായിരുന്നാലും ശരി, എത്ര മണിക്കൂറായിരുന്നാലും ശരി, ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കുന്നത് വരയ്ക്കും അവർ ദൈവസന്നിധിയിൽ കാത്തിരിക്കും. ഇന്ന് മുട്ടുമടക്കണ്ട, അതിനു മുൻപ് പറപറാ വരും. ചിലർക്ക് ഉടൻ തന്നെ ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും, സംശയമില്ല. എന്നാൽ ചില സമയത്ത് ചിലർക്ക് ദൈവാലോചന കൊടുക്കുകയില്ല. അതുകൊണ്ട് ഇപ്പൊ ദൈവാലോചന പറഞ്ഞില്ല എങ്കിൽ അവരെന്നെ കള്ളപ്രവാചകനെന്ന് പറയും, അല്ലെങ്കിൽ കൃപ നഷ്ടപ്പെട്ടു പോയെന്ന്, അവരിന് മുദ്രകുത്തുമല്ലോ എന്ന് പേടിച്ച്, എന്ന് ചിന്തിച്ച്, ശുശ്രൂഷ നഷ്ടമായി പോകുമല്ലോ എന്ന് ചിന്തിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടി പറഞ്ഞിട്ട് അവരും കടന്നു പോവുകയാണ്. ഇങ്ങനെയുള്ളതെല്ലാം ദൈവത്തെയും കളിപ്പിച്ച്, ദൈവാത്മാവിനെ കള്ളനാക്കി, ദൈവത്തെയും കള്ളനാക്കി, തങ്ങളെയും കള്ളനാക്കി ജീവിക്കുകയാണ്. പക്ഷെ യഥാർത്ഥ സത്യപ്രവാചകന്മാർ ദൈവ ആലോചനയ്ക്കു വേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരായിരിക്കുന്നു. എത്ര നാളായിരുന്നാലും ശരി. യെഹെസ്കേൽ പ്രവാചകൻ 7 ദിവസം അവിടെ കാത്തിരുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാം. സത്യപ്രവാചകന്റെ 8ാമത്തെ അടയാളം, അവർ ദൈവത്തിന് വിശ്വസ്തരായിരിക്കും. എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, അവന്റെ ഭവനത്തിലൊക്കെയും മോശെ വിശ്വസ്തനായി ഇരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. അവിടെ മോശയെ കുറിച്ച് പറയുന്നത് അവൻ ദൈവഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. സത്യപ്രവാചകന്മാർ ദൈവത്തിന് വിശ്വസ്തനായിരിക്കും. 2, ദൈവത്തിന്റെ ഗ്രഹം എന്ന് പറയുന്ന ശുശ്രൂഷയിൽ അവർ വിശ്വസ്തരായിരിക്കും. 3, കുടുംബ ജീവിതത്തിലും വിശുദ്ധരായിരിക്കും. സത്യപ്രവാചകന്മാരുടെ 9ാമത്തെ അടയാളം, ആത്മാവിന്റെ ഫലമുള്ളവരായിരിക്കും. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങളിൽ, 15 മുതലുള്ള വാക്യങ്ങൾ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവരാളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ചുലികളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. ഈ ഭാഗത്ത് യേശു പറഞ്ഞിരിക്കുന്നത് സത്യപ്രവാചകന്മാർ അവരുടെ ഫലങ്ങളാൽ തിരിച്ചറിയും. ആത്മീയ ഫലങ്ങളുള്ളവരായിരിക്കും. ആത്മീയ ഫലങ്ങള് വിവിധ നിലകളിൽ വ്യത്യസ്തമായി പറഞ്ഞിട്ടുണ്ട്. 1, ആത്മാവിന്റെ ഫലങ്ങൾ, ആത്മാവിന്റെ ഫലമോ എന്ന് ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. ഇനി നീതിഫലങ്ങൾ എന്ന് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇനി എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ അധരഫലം എന്നും പറഞ്ഞിരിക്കുന്നു. എങ്ങനെയായാലും സത്യപ്രവാചകന്മാരിൽ ആത്മീക ഫലങ്ങൾ ഉണ്ടായിരിക്കും. സ്നേഹം, സന്തോഷം, സമാധാനം,
ദീർഘക്ഷമ, പരോപകാരം എന്നിത്യാദി ആത്മിക ഫലങ്ങൾ എല്ലാവരിലും ഉണ്ടായിരിക്കും. സത്യപ്രവാചകന്മാരിൽ ആത്മിക ഫലങ്ങൾ ഉണ്ടായിരിക്കും. സത്യപ്രവാചകന്മാരുടെ 10ാമത്തെ അടയാളം, സത്യപ്രവാചകന്മാർ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ പക്ഷത്തിൽ നിൽക്കും. ഉദാഹരണത്തിന് ഏലിയാവ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിയനായ ഏലിയാവു ആഹാബിനോട്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. തമിഴ് ഭാഷയിൽ അത് അല്പ വ്യത്യാസമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ ദേവനായ കർത്തർക്ക് മുൻപാകെ നിൽക്കിറന്നാൻ. ഇവിടെ നമ്മുടെ മലയാള ഭാഷ പറഞ്ഞിരിക്കുന്നത് ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. തമിഴ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ മുൻപിൽ നിൽക്കുന്ന ഞാൻ. രാജാവെന്നോ മന്ത്രിയെന്നോ ഏലിയാവിന് പേടിയൊന്നുമില്ല. ദൈവത്തിന്റെ ആലോചനയും ദൂതുകളും പറയുവാൻ എല്ലായ്പ്പോഴും മനുഷ്യന്റെ മുൻപിലല്ല അവൻ നിൽക്കുന്നത്. അവൻ യഹോവയുടെ മുൻപിൽ നിന്ന് ശുശ്രൂഷ നിറപടിയായി നിവർത്തിച്ച വ്യക്തിയെന്ന് നമുക്ക് ആ ഭാഗത്തൊന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ സത്യപ്രവാചകന്മാർ മനുഷ്യന്റെ പക്ഷത്തിലല്ല നിൽക്കുന്നത്, അവർ ദൈവത്തിന്റെ പക്ഷത്തിൽ നിൽക്കുന്നവരായിരിക്കും. സത്യപ്രവാചകന്മാരുടെ 11ാമത്തെ അടയാളം, സത്യപ്രവാചകന്മാർക്ക് അനവധി ഉപദ്രവങ്ങൾ ഉണ്ട്. യെരമ്യാ പ്രവചനം 20-ാം അധ്യായം 1-2 വാക്യം, 26-ാം അധ്യായം 8-ാമത്തെ വാക്യം. യെരമ്യാവ് ഈ കാര്യങ്ങളെ പ്രവചിക്കുന്നത് ഇമ്മേറിന്റെ മകനും യഹോവയുടെ ആലയത്തിന് പ്രധാന വിചാരകനുമായ പസ്കൂർ പുരോഹിതൻ കേട്ടിട്ട് യെരമ്യാ പ്രവാചകനെ അടിച്ചു. യഹോവയുടെ ആലയത്തിന് അരികെയുള്ള മേലത്തെ ബെന്യാമിൻ കോപുരത്തിങ്കലെ ആമത്തിൽ ഇട്ടു. യെരമ്യാ പ്രവാചകന്റെ ശുശ്രൂഷ നിവർത്തിക്കുമ്പോൾ അവൻ അനവധി ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നു. ഇനി 26-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, എന്നാൽ സകല ജനങ്ങളോടും പ്രസ്താവിപ്പാൻ യഹോവ കൽപ്പിച്ചിരുന്നതൊക്കെയും യെരമ്യാവ് പ്രസ്താവിച്ച് തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ച് നീ മരിക്കണം നിശ്ചയം എന്നു പറഞ്ഞു. ശ്രദ്ധിച്ച്, സത്യപ്രവാചകനായ യെരമ്യാവ് തന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുമ്പോൾ ധാരാളം ഉപദ്രവങ്ങൾ, കഷ്ടതകൾ അവൻ അനുഭവിക്കേണ്ടി വന്നു. ഇന്നും സത്യപ്രവാചകന്മാർ പലരും വളരെയേറെ ഉപദ്രവങ്ങളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയും അനുഭവിക്കുന്നുണ്ട്, യാഥാർത്ഥ്യമാണ്. സത്യപ്രവാചകന്മാർക്ക് അനവധി ഉപദ്രവങ്ങൾ ഉണ്ട്. സത്യപ്രവാചകന്മാരുടെ 12ാമത്തെ അടയാളം, ക്ഷമിക്കുന്ന മനോഭാവം ഉണ്ടായിരിക്കും. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ 13-ാമത്തെ വാക്യം മാത്രം വായിക്കാം. അപ്പോൾ മോശെ യഹോവയോട്, ദൈവമേ അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്നത് മോശയുടെ സഹോദരിയായ മിറിയാം അഭിഷിക്തനായ മോശയോട് എതിർത്ത് നിന്ന് സംസാരിച്ചത് കൊണ്ട് ദൈവം അവളെ ശിക്ഷിപ്പാനിടയായി തീർന്നു. എന്നാൽ മോശ തന്റെ സഹോദരിയായ മിരിയാമിനു വേണ്ടി അവൻ മനഃപൂർവ്വമായി അവളെ ക്ഷമിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു. ഒപ്പം അവൻ ദൈവത്തോട് പക്ഷപാതം ചെയ്യുകയും ചെയ്യുമായിരുന്നു. ക്ഷമിക്കുന്ന മനോഭാവം.
പ്രവാചകന്മാരിൽ ഏറെ കാണപ്പെടേണ്ട ആത്മിക സ്വഭാവങ്ങളിൽ ഒരു സ്വഭാവം കൂടെയാണ് ക്ഷമിക്കുന്ന മനോഭാവം. അത് പ്രവാചകന്മാരിൽ മാത്രമല്ല, ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. എന്നാൽ പ്രത്യേകാൽ പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ വളരെ അല്ലെങ്കിൽ ക്ഷമിക്കുന്ന മനോഭാവം ഉള്ളവരായിരിക്കും. ക്ഷമിക്കുന്ന മനോഭാവമുള്ള ധാരാളം പ്രവാചകന്മാരെ തിരുവചനത്തിൽ കാണാൻ കഴിയും. അതിലേറ്റവും ഉത്തമ ഉദാഹരണമാണ് പൗലൂസും യേശു ക്രിസ്തു. യേശു ക്രിസ്തു ക്രൂസിൽ കടന്ന് പിതാവിനോട് കർത്താവ് പക്ഷപാതം ചെയ്തു. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്തെഫാനോസ് ദൈവത്തോട് പക്ഷപാതം ചെയ്ത് തന്നെ കല്ലെറിഞ്ഞ ജനത്തോടുകൂടെ ക്ഷമിക്കുവാൻ വേണ്ടി. അങ്ങനെ പ്രവാചകന്മാർ ക്ഷമിക്കുന്ന മനോഭാവം ഉള്ളവരായിട്ടിരുന്നിട്ടുണ്ട്. യഥാർത്ഥ സത്യപ്രവാചകന്മാരുടെ 13ാമത്തെ അടയാളം, അവർ പറയുന്ന പ്രവചനം ദൈവത്തിന്റെ ആലോചന നിവർത്തിക്കപ്പെടും. യെരമ്യാ പ്രവചനം 28-ാം അധ്യായം 9-ാം വാക്യത്തിൽ, സമാധാനം പ്രവചിക്കുന്ന പ്രവാചകനോ അവന്റെ വചനം നിവൃത്തിയാകുമ്പോൾ അവൻ സത്യമായിട്ട് യഹോവ അയച്ച പ്രവാചകൻ എന്ന് തെളിയും എന്ന് യെരമ്യാ പ്രവാചകൻ പറഞ്ഞു. സത്യപ്രവാചകന്മാർ പറയുന്ന പ്രവചനങ്ങൾ അതുപോലെ നിവർത്തിക്കപ്പെടും. എന്നാൽ യോനാ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. യോനാ പ്രവാചകൻ പറഞ്ഞ പ്രവചനം ജനത്തിനു മേൽ വരുന്ന ന്യായവിധിയുടെ പ്രവചനമായിരുന്നു. പക്ഷേ ജനം അനുദപിച്ച് കരഞ്ഞു ഉപസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ ന്യായവിധിയെ, അനർത്ഥത്തെ കുറിച്ച് അനുദപിച്ച് ദൈവം ചെയ്തില്ല. അതുകൊണ്ട് യോനാ പ്രവാചകൻ കള്ളപ്രവാചകനല്ല, യഥാർത്ഥമായി പ്രവചനം പറയുന്ന സത്യപ്രവാചകൻ തന്നെ. ആവർത്തന പുസ്തകം പഠിക്കുമ്പോഴും അവിടെയും കാണാൻ കഴിയും. സത്യപ്രവാചകനെ തിരിച്ചറിയുന്നത് അവൻ പറയുന്ന പ്രവചനം നിവർത്തിക്കപ്പെട്ടാൽ അവൻ സത്യപ്രവാചകനാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവദാസന്മാരെ, ഇന്നും ഇതുപോലുള്ള ഈ 13 കൂട്ടം അടയാളങ്ങളുള്ള ദൈവദാസന്മാർ, ദൈവിക പ്രവാചകന്മാർ ഇന്നും അവിടെ ആയിട്ടുമുണ്ട്. അവർക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ മെന്മേലും ദൈവത്തിനു വേണ്ടി വളരെ പ്രയോജനമുള്ള പ്രവാചകന്മാരായി പ്രവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇതിലെന്തെങ്കിലും കുറവുകൾ, ബലഹീനതകൾ ഉണ്ടെങ്കിൽ അതിനെ തിരുവചന വെളിച്ചത്തിൽ ഒന്ന് കണ്ടുണർന്ന് ദൈവസന്നിധി അധികമായി ജാഗരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രിയമുള്ള, ദൈവത്തിന് പ്രയോജനമുള്ള സത്യപ്രവാചകന്മാരായി പ്രവർത്തിക്കുകയും മാത്രമല്ല, അനേകരെ നീതിയിലേക്ക് നയിച്ച് അനേകരെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ ഇടയായിത്തീരും. സത്യപ്രവാചകന്മാരുടെ 13 അടയാളങ്ങൾ: 1, അവർ പ്രാർത്ഥന വീരന്മാരായിരിക്കും. 2, വിശുദ്ധ ജീവിതമുള്ളവരായിരിക്കും. 3, ദ്രവ്യാഗ്രഹം ഇല്ലാത്തവരായിരിക്കും. 4, ജനത്തിന്റെ തെറ്റുകളെ കണ്ടാൽ അവരെ പാവബോധം വരുത്തുവാൻ ഉണർത്തി കൊടുക്കും. 5, മനുഷ്യനോട് ആലോചന ചോദിക്കാതെ ദൈവത്തോടുകൂടെ മാത്രമാണ് ആലോചന ചോദിക്കുന്നത്. 6, ജനത്തിനു വേണ്ടി എല്ലായ്പ്പോഴും അവർ ഇടിവ് നിൽക്കുവാൻ പക്ഷപാതം ചെയ്യുന്നവരായിരിക്കും. 7, ദൈവാലോചന ലഭിക്കുന്നത് വരേക്കും ദൈവസന്നിധിയിൽ അവർ കാത്തിരിക്കും. 8, അവർ വിശ്വസ്തരായി ഇരിക്കും. 9, ആത്മാവിന്റെ ഫലമുള്ളവരായിരിക്കും. 10, ദൈവത്തിന്റെ പക്ഷത്തിലാണ് അവർ നിൽക്കും, മനുഷ്യന്റെ പക്ഷത്തിൽ അല്ല. 11, ഈ സത്യപ്രവാചകന്മാർക്ക് അനവധി ഉപദ്രവങ്ങളും ക്ലേശങ്ങളും പ്രതികൂലങ്ങളും അനുഭവിക്കേണ്ടി വരും. 12, ക്ഷമിക്കുന്ന മനോഭാവമുള്ളവരായിരിക്കും. 13, അവർ പറയുന്ന പ്രവചനങ്ങൾ അതേപടി നിവർത്തിക്കപ്പെടും. ഇങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങൾ ഇന്ന് കാണപ്പെടുന്ന യഥാർത്ഥ
സത്യപ്രവാചകന്മാരിൽ കൂടുതൽ കൂടുതലായി വർദ്ധിച്ച് ദൈവത്തിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, അനേകരെ പ്രയോജനപ്പെടുത്തുവാൻ, അനേകരെ നീതിയിലേക്ക് നയിക്കുവാൻ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്നുള്ള ആത്മാർത്ഥ പ്രാർത്ഥനയോട് ഈ ഭാഗം ഇവിടെ ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരേക്കും ദൈവം നമ്മെല്ലാവരെയും കാത്തു പരിപാലിക്കുമാറാകട്ടെ. കർത്താവിന്റെ വരവിടം എല്ലാവരെയും ഒരുക്കുമാറാകട്ടെ. മാരനാഥ. May God bless you.